നമസ്കാരം, ഞാൻ മുബാറക്കാണ് ദൃശ്യം. ഞാനിപ്പോൾ ഉള്ളത് കാസർഗോഡ് ചെമ്പരിക്കയിലാണ്. ഞാൻ ഇവിടെ വരാൻ കാരണം മറ്റൊന്നുമല്ല, നമ്മുടെ എല്ലാവർക്കും വേണ്ടപ്പെട്ട ഒരാൾ നമ്മളെ അതിഥിയായിട്ടുണ്ട്. ഇത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, മമ്മീഞ്ചയാണ്. സ്വന്തം ഇവിടെ കടപ്പുറത്ത് ഒരു വീടും കാര്യങ്ങളൊക്കെ ഉണ്ട്, ഇവിടെ താമസം. ഇദ്ദേഹത്തിൻ്റെ ഒരു മകൻ ഹംസ എന്ന് പറയുന്നൊരു പയ്യൻ ഒരു ദിവസം കാണാതാകുകയും അദ്ദേഹത്തെ തെരഞ്ഞ് പോകുമ്പോൾ തളങ്കര പുഴയിൽ വെച്ച് അദ്ദേഹത്തിൻ്റെ ബോഡി കിട്ടുകയും ചെയ്തു. ഓനിക്ക് എത്ര മൂന്ന് കുട്ടികളാ? രണ്ടാണും. എന്താ ഓന് മരിക്കാനുണ്ടായ കാരണം എന്ത് പറയുന്നു? കാരണമൊന്നും പറഞ്ഞില്ല. ഓനിങ്ങനെ കൂട്ടിയിട്ട് പൊയ്യ എടുക്കുന്ന ആൾ പൊയ്യ എടുക്കുന്ന ഒരാൾ പൊയ്യ എടുക്കാണ്ട് കൂട്ടിയിട്ട് കൊണ്ടുപോയി പറഞ്ഞു 3 മണിക്ക്. പിന്നെ എങ്ങോട്ട് പോയി എങ്ങോട്ട് വന്നെന്ന് അറിയില്ല. അപ്പോൾ ഇപ്പോൾ ഏകദേശം മരിച്ചിട്ടൊരു 2 മാസത്തോളമായി. അദ്ദേഹത്തിൻ്റെ ബോഡി പുഴയിൽ നിന്ന് കിട്ടുകയും പോസ്റ്റ്മോർട്ടത്തിൽ വലിയൊരു പുരോഗതി ഉണ്ടായില്ല. അതിൻ്റെ ഒരു കേസന്വേഷണം ഇതുവരെ നടന്നില്ല എന്നുള്ള വിഷമം സ്വന്തം ഉപ്പാക്ക് ഉണ്ട്. പോലീസുകാർ എന്ത് പറഞ്ഞേ? പിന്നെ കുറച്ച് വെള്ളം, പിന്നെ ചെറിയ വെള്ളമുണ്ട്, വെള്ളം കുടിച്ചിട്ട് വെച്ചത്. ഡോക്ടർ പറഞ്ഞത് വെള്ളം കുടിച്ചിട്ടില്ല. ഡോക്ടർ പറയുന്നത് വെള്ളം കുടിച്ചിട്ടില്ല, അങ്ങനത്തെ വെള്ളമൊന്നും ഉണ്ടായിട്ടില്ല. ലെൻസിൽ വെള്ളം ഉണ്ടായിട്ടില്ല. ഭക്ഷണത്തിലെന്തോ വന്നതാ, ഭക്ഷണം കൊടുത്തിട്ട് ദമ്മ് കൊടുത്തിട്ട് അങ്ങനെയാണ്. ഭക്ഷണത്തിലെന്തോ വന്നതിന് ഭക്ഷണത്തിന് അതിന് റിപ്പോർട്ട് അയച്ചിട്ടുണ്ട്. ഭാര്യൻ്റെ പേരെന്ത്? ഭാര്യൻ്റെ പേര് റസീദ. ഭാര്യയായിട്ട് എന്തെങ്കിലും നിങ്ങൾക്ക് സംശയമുണ്ടോ? ഭാര്യയായിട്ടൊന്നും സംശയമില്ല. പിന്നെ ആരാണ് നിങ്ങൾ സംശയിക്കുന്നത്? പൊയ്യക്കാരനുണ്ടായിരുന്നു. അയാൾ ഇവിടെ വന്നോണ്ട് വരയിൽ വന്നോണ്ട് നിന്നോണ്ടും വരയിൽ പോയിക്കൊണ്ട് വന്നോണ്ടെല്ലാം ഉണ്ടായിരുന്നു. അതാര്? അത് ഏത് നാട്ടുകാർ? അയാളെന്നെ പൊയ്യ എടുക്കുന്ന ആളാണ്, പൊയ്യക്കാരൻ. അയാളുടെ പേര് ചെമ്മനാട്ടുകാരനാ? അയാളുടെ പേരറിയില്ലേ? അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ സലീം എന്ന് പറയുന്ന ഒരാൾ ആണ് ഇതിൻ്റെ വീട്ടിൽ വന്നുകൊണ്ട് പൊഴിയക്കാരൻ അദ്ദേഹം കൂട്ടിപ്പോയി എന്നാണ് ഉപ്പയുടെ പരാതി. അപ്പോൾ ഇവർക്ക് ബലമായ അന്വേഷണം തൃപ്തികരമല്ല. ഈ കേസ് അന്വേഷണം തൃപ്തികരമല്ല. ഇതിൻ്റെ മരണത്തെക്കുറിച്ച് ഒരു കമ്മിറ്റിയോ കാര്യങ്ങളോ ചെയ്യാൻ ആരുമില്ല എന്നാണ് പറയുന്നത്. ഒന്നും നിങ്ങൾ പോയി കണ്ടിനോ? പാർട്ടിക്കാരെല്ലാം വന്നിന് നോക്കാം അങ്ങനെ ഇങ്ങനെ റിപ്പോർട്ട് എന്ത് റിപ്പോർട്ട്? ഇവിടുത്തെ വരേണ്ടായിരുന്നു റിപ്പോർട്ട്. എല്ലാം ഓർവെല്ലാം 2 കൊല്ലം കഴിയും, 1 കൊല്ലം കഴിയും റിപ്പോർട്ട്. പിന്നെ വന്നാണൊക്കെ പിന്നെ പോയാണൊക്കെ റിപ്പോർട്ട് എടുക്കും. അത് കഴിഞ്ഞ് പോലീസ് എന്ത് പറയുന്നത്? പോലീസും അങ്ങനെ പറഞ്ഞു, റിപ്പോർട്ട് വന്നിട്ടാ. ഈ മരണത്തിൻ്റെ റിപ്പോർട്ട് ഇനി എന്താ വരാനുള്ളത്? പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് കണ്ണൂർ മെഡിക്കൽ കോളേജിൽ നിന്നോ കാസർഗോഡ് മെഡിക്കൽ കോളേജിൽ നിന്നോ കണ്ണൂർ മെഡിക്കൽ കോളേജിലോ വെച്ചിട്ട് പോസ്റ്റ്മോർട്ടം പെരിയാറത്ത് നടത്തുകയുണ്ടായിന്. പിന്നെ ഇനി എന്താണ് ഇനി വരേണ്ടത്? എപ്പോഴും അന്വേഷിക്കാനോ? 1 വർഷം കഴിഞ്ഞിട്ട് അന്വേഷിക്കാനോ? ഇദ്ദേഹത്തിൻ്റെ സഹായിക്കാൻ ആരും തന്നെ ഇല്ല. ആരെങ്കിലും ഇത് കേസ് അന്വേഷണത്തിന് വേണ്ടി നിങ്ങൾ ഒരുങ്ങി തയ്യാറാവണം എന്ന് നമുക്ക് അഭ്യർത്ഥിക്കാനുണ്ട്. അവർക്ക് ബലമായ ഡൗട്ടുണ്ട്, അദ്ദേഹം ആത്മഹത്യ ചെയ്തതല്ല, ഇതിൻ്റെ കൊലപാതകമാണെന്നാണ് കുടുംബം പറയുന്നത്. തീർച്ചയായും പോലീസിൻ്റെ ഭാഗത്ത് ഒരു അന്വേഷണം കൂടി ഉണ്ടാവണം. പറയും പോലീസ് അന്വേഷണം തൃപ്തികരമല്ല. അപ്പോൾ പാർട്ടിക്കാരായിട്ടൊന്നും ബന്ധപ്പെട്ടിട്ട് ഓരോ ഒന്നും ചെയ്യുന്നില്ല. അപ്പോൾ അന്വേഷണം തൃപ്തികരമല്ല എന്ന് തന്നെ പറയുന്നത്. ജീവിതമാർഗം ഒരു കുട്ടിയുണ്ട്, കല്യാണം കഴിയാൻ നിശ്ചയിച്ച് വെച്ചിട്ട് അതിൻ്റെ കല്യാണം അടുത്ത് വന്ന്, അപ്പോൾ സാമ്പത്തികമായി വലിയൊരു പ്രശ്നത്തിൽ തന്നെയാണ് ഇവരുള്ളത്. ഈ കേസ് അന്വേഷിക്കാൻ ആരില്ല, ഇതിന് പിന്നിൽ പ്രവർത്തിക്കാൻ ആളില്ല എന്നുള്ള ഒരു പരാതിയും കൂടി ഉപ്പയ്ക്കുണ്ട്. തീർച്ചയായും ഇതിൻ്റെ പോലീസ് അന്വേഷിച്ച് കണ്ടെത്തണമെന്ന് അഭ്യർത്ഥിക്കുന്നു.